ദിവ്യ, തീർച്ചയായും ഈ ടീമിനെ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ വിലയിരുത്തുന്നതിനേക്കാൾ ഉപരിയായി എനിക്കൊപ്പം ഈ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിലയിരുത്താൻ നോക്കൂതാ കേരളത്തിലെ ലെജൻഡ്സ് ആയിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങൾ മുഴുവൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് നടക്കുന്ന KCLന്റെ ഓരോ ടീമിന്റെയും പരിശീലകരാണ് ഇവരെല്ലാവരും. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു കൂട്ടായി നമുക്ക് കിട്ടിയത്. ഫിറോസി റഷീദ്, റൈഫി വിൻസെന്റ് തോമസ്, എസ് മനോജ്, സോണി ചെറുവത്തൂർ, മോനീഷ്. അപ്പോൾ പല കാലഘട്ടങ്ങളിലായി നമ്മളെ ത്രസിപ്പിച്ച താരങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരിയായി ഇവർക്ക് പറയാനുണ്ടാവും. ഫിറോസിക്ക, സഞ്ജു വീണ്ടും തിരികെ എത്തി ടീമില്. ഇതൊരു വലിയ സന്തോഷം, പ്രത്യേകിച്ച് ഈ KCLന്റെ സമയത്ത് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒപ്പം കളിക്കുന്ന താരങ്ങൾക്ക് ഇതൊരു വലിയ ഒരു പ്രചോദനമാവില്ലേ? കാരണം ഈ കഴിഞ്ഞ ദിവസമൊക്കെ സഞ്ജു ഇവിടുത്തെ താരങ്ങൾക്കൊപ്പം കളിക്കുന്നുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരിൽ ഒരാൾ ഇന്ത്യൻ ജേഴ്സി ഇട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു ത്രില്ലിലാണ് അവരെല്ലാം. KCLന്റെ ആദ്യ മത്സരങ്ങളിലൊക്കെ എന്താ സ്വാഭാവിക സഞ്ജു ഉണ്ടാവും, ആള് കൂടും ഇവിടെ. അതെ, ഉറപ്പായിട്ടും. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു വരവ് അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ച് T20 വേൾഡ് കപ്പ് ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചാണ് ചോദിച്ചത്. അതെ, അത് ഉറപ്പായിട്ടും അവർ ഈ ഒരു പെർഫോമൻസും കാര്യങ്ങൾ തന്നെയാണ് അവർ കൺസിഡർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സഞ്ജുവിന്റെ ഭാഗത്ത് അത് ചെയ്യാവുന്ന മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ വേറെ നോക്കാനില്ല, ക്രിക്കറ്റ് കളിക്കുക തന്നെ, വേറെ ഒന്നും ഇതിലൊന്നുമില്ല, ഉറപ്പായിട്ടും വരും. ഓക്കെ, താങ്ക് യു. അപ്പം റൈഫി വിൻസെന്റ് തോമസ്, റൈഫിക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. കാരണം സഞ്ജുവിന്റെ ടീമിന്റെ പരിശീലകൻ കോച്ചാണ് റൈഫി, ഒരുമിച്ച് കളിച്ച ആളുകളാണ്. പക്ഷെ ഇപ്പൊ കോച്ച് കൂടിയാണ്. കോച്ച്, അപ്പൊ കൂടെയുള്ള ഒരു താരം ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും കുപ്പായം അണിഞ്ഞു പോവുകയാണ്. സഞ്ജു വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ആൾ കൂടിയാണ്. വളരെ ഹാപ്പി ഒരു മൊമെന്റ് അല്ലേ? നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സെലക്ഷൻ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അത്രത്തോളമാണ്. കാരണം T20യിലാണെങ്കിൽ നമ്മൾ കണ്ടു കൺസിസ്റ്റന്റ് ആയിട്ട് 100 അടിക്കുന്ന മാച്ചുകളുണ്ട്, മാച്ച് വിന്നിംഗ് മികച്ച നോക്കുകൾ സഞ്ജുവിൽ നിന്ന് വരെ നമ്മൾ കണ്ടിരുന്നു. അതിൽ ഒരു ഓവറിൽ 5 6 ഒക്കെ അടിക്കാന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്കറിയാം അത്രത്തോളം ഇമ്പാക്ട് ആണ് സഞ്ജു ടീമിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഇന്ത്യൻ ടീമിന്റെ ആവശ്യം കൂടിയാണ് സഞ്ജുവിനെ പോലെ ഒരു പ്ലെയർ, മാച്ച് വിന്നർ വേണ്ടത്. ODIയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. എന്തായാലും KCL ഇത്തവണ സഞ്ജു കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കേരള ക്രിക്കറ്റിനും കൂടാതെ എല്ലാ പ്ലെയേഴ്സിനും, മറ്റ് ടീമുകൾക്കാണെങ്കിലും നമ്മുടെ സ്വന്തം ടീമിനാണെങ്കിലും വലിയ പ്രചോദനമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം സഞ്ജു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോൾ മികച്ചൊരു ജേണിയാണ്. ഒരുപാട് വർഷമായിട്ട് സഞ്ജുവിനെ ആസ് എ പ്ലെയർ ആണെങ്കിലും ആസ് എ ടീംമേറ്റ് ആണെങ്കിലും ഒരുപാട് വർഷങ്ങളായിട്ട് സഞ്ജുവിനെ അടുത്തറിയാം. അപ്പോൾ ആ ഒരു ജേണി അടുത്തറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാത്ത മൊമെന്റ് ആണ്. വി ആർ റിയലി എക്സൈറ്റഡ്.